മാധവി, മാധവി ഇങ്ങ് വാ. നിന്റെ ചേട്ടൻ നിനക്ക് സാരി കൊടുത്തയച്ചിട്ടുണ്ട്. ഏതാ ഇഷ്ടം വെച്ചാ എടുത്തോ. വേറെ സാരികളുണ്ട്, നോക്കിയെടുക്കുന്നേ. അല്ല, ഇതെന്താ നോക്കി നിൽക്കുന്നേ? വാ, വന്ന് എടുക്ക്. ഈ നിറം മാഡത്തിന് നന്നായി ചേരും. രമ്യ, ഒരു മിനിറ്റ്. ഈ പൈസ വെച്ചോ. അയ്യോ വേണ്ട മാഡം, മാഡത്തിന്റെ ചേട്ടൻ സാരമില്ല, എടുത്തോ. വേറെ എന്തേലും വേണമെങ്കിൽ പറ. അയ്യോ വേണ്ട മാഡം, എനിക്കിതൊന്നും ശീലമല്ല. ഞാനിതുവരെ ആരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിയിട്ടുമില്ല. നിന്റെ ശിവാനി തന്ന വാങ്ങില്ലേ? ശിവാനിയോ? എന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലടി. അവരാ കാരണമില്ലാതെ എന്നെ അടിച്ചു കൊന്നത്. അന്ന് നിന്നോട് യാത്ര പറഞ്ഞിട്ട് എത്ര സന്തോഷത്തോടെയാ മുരളിയെ കാണാൻ ഞാൻ പോയത്. അപ്പൊ ചെയർമാൻ എന്നോട് എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്താൻ പറഞ്ഞു. ഒഴിഞ്ഞു മാറിയിട്ടും എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അമ്പലത്തിലെത്തിയപ്പോഴാ അറിഞ്ഞത് ആരോ ക്ഷേത്രത്തിലെ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ചിട്ട് പകരം മുക്കുപണ്ടം അവിടെ വെച്ചിരുന്നു. നാട്ടിലെ പ്രമാണിമാരെല്ലാം ഒത്തുകൂടി അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു. ആ മുക്കുപണ്ടം തൊട്ടപ്പോ തന്നെ മോഷ്ടിച്ചതാരാണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടുകാരോട് പിരിവ് നടത്തി പുതിയ ആഭരണങ്ങൾ വാങ്ങിച്ചാൽ പിന്നെ പ്രശ്നം തീർന്നില്ലേ? വിഷമിക്കണ്ട, നാളെ അതൊക്കെ തിരിച്ചു കിട്ടും. അയ്യനാരെ വഴിയിൽ വെച്ച് കണ്ട് ആഭരണങ്ങളെ പറ്റി ചോദിച്ചു. നമ്മളെ അമ്പലത്തിൽ വെച്ച് സംസാരിക്കാതെ വണ്ടി തടയുന്നത് എന്താ നീ ആദ്യം അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അയാൾ സമ്മതിച്ചു. അത് മാത്രമല്ല, നീ എത്ര കാലത്തേക്കായി പ്രയോജനമൊക്കെ ആയിട്ട് നടക്കുന്നത്? നീ ഇത് കണ്ടില്ലെന്ന് അടിച്ചേക്ക്, നിനക്കൊരു 10 ലക്ഷം രൂപ ഞാൻ തന്നേക്കാം. എവിടെങ്കിലും പോയി രക്ഷപ്പെടും. ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പാവം പെണ്ണലെന്ന് കരുതി എന്നോട് കേൾക്കാൻ ഇത് വാങ്ങി മിണ്ടാതെ പോകാൻ നോക്കാതെ തൊഴുതവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാൻ നോക്കുന്നോ? കാശാണോ ദൈവമാണോന്ന് ചോദിച്ചാ എനിക്ക് കാശാനടി മുഖ്യം. എന്താ അശോക ഇവിടെ നിൽക്കുന്നത്? വണ്ടി കേടാണെങ്കിൽ നമ്മുടെ വണ്ടിയെ കയറിക്കോ. അതൊന്നുമില്ല സാറേ, ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി നിന്നതാ. സാറ് പൊക്കോ. ഓ അത്രേ ഉള്ളോ? എന്നാ പോടെ. പോയി നോക്കടാ. ശരി താഴോട്ട് പോയി നോക്കടാ. എന്താടാ ഇവിടെ ഒന്നും കാണുന്നില്ലേ? അന്വേഷിക്കടാ, രക്ഷപ്പെടരുത്. എത്ര സന്തോഷമുള്ള കാര്യം മോനെ. ശിവാനി ഭാഗ്യമുള്ള പെണ്ണാ. മോനെ അമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് വേഗം കല്യാണം കഴിക്കാൻ ആയിട്ടില്ല. ഇപ്പോഴാ ഞാൻ അവളോട് സംസാരിച്ചത്. അവളുടെ മനസ്സിലെന്താന്ന് അറിയണ്ടേ? വരുമല്ലേ നോക്കാം. അമ്മയോട് പിന്നെ പറയാം. മോനെ വേണ്ടെന്ന് ആരെങ്കിലും പറയോ? തീർച്ചയായും വരും മോനെ, നോക്കിയോ. ഹലോ മുരളി, വാ പോകാം. അമ്മ ഞാൻ റെഡി ആവുന്നേ ഉള്ളൂ. അമ്മ ഇറങ്ങിക്കോ. ട്രെയിന് സമയമായിട മോനെ. മോന് ഈ നാട് വളരെ ഇഷ്ടമായി. ഇവിടെ വിട്ടു പോകാൻ മനസ്സ് വരുന്നില്ല. കൊച്ചമ്മ നടക്ക്, ഞാൻ മോനെ കൂട്ടി വരാം. നിനക്ക് തീരെ ഉത്തരവാദിത്വം ഇല്ലണ്ടായി. അതെ, അവൻ ഇന്ന് വേഗം പറഞ്ഞു വിടണേ. ശരി കൊച്ചമ്മേ, ഞാൻ നോക്കിക്കോളാം. വണ്ടി എടുക്ക. കൊച്ചമ്മ ധൈര്യമായിട്ട് പൊക്കോ. മോനെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. പോണേ. വാ മോളെ ശിവാനി. മോൻ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു. കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി. നല്ലൊരു ബന്ധം മോളെ. എന്താ മോളെ മുറിവ്? മോളിങ്ങോട്ട് കയറിയിരിക്കും, ഞാൻ ഇപ്പൊ കാപ്പി കൊണ്ടുവരാം. അതൊന്നും വേണ്ട, എനിക്ക് അദ്ദേഹത്തെ കാണാൻ തിടുക്കല്ലേ മോളെ? മോൻ കുളിച്ചോണ്ടിരിക്കുക, ഇപ്പൊ വരും. ഞാൻ പോയി കാപ്പി എടുത്തോണ്ടിരാം. മോളിരിക്കെ ഇരിക്കും മോളെ. ഇവിടെ നിൽക്കുകയാണോ മോളെ? അശോകൻ സാറ് വരുന്നുണ്ട്. അയാളോട് ഞാൻ ഇവിടെയുള്ള വിവരം പറയാം. എന്താ മോളെ? അവരെന്നെ കൊല്ലാൻ വരും. കള്ളന്മാരാ. അമ്പലത്തിലെ ആഭരണങ്ങൾ
എന്താ ഞാൻ ചെയ്യാ? നന്നായി ഇങ്ങോട്ട് വന്ന് കയറിയത്. മോനെ താരും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ സ്വാമി തീർന്നു. സ്വാമി എന്താ മോനെ? ഓ ഇവിടെ നിൽക്കാണോ? പുറപ്പെട്ട മോനെ. എന്താ അശോകേട്ടാ, തിരക്കായതുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് വരാന്ന് പറഞ്ഞിട്ട്? അല്ല മോനെ, അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് സ്വാമി എന്നെ വിളിച്ചു. പ്രധാനപ്പെട്ട ജോലിയോ? അതെ മോനെ, ഇത്രയും വലിയ അരമന ഇദ്ദേഹത്തെ ഏൽപ്പിച്ചല്ലേ പോന്നേ. അപ്പൊ പിന്നെ യാത്രയാക്കാൻ വരണ്ടേ? എന്തിനാ ഈ ഫോർമാലിറ്റി? കൊച്ചമ്മ 4-5 പ്രാവശ്യമായിട്ട് വിളിക്കുന്നു. സമയമായി, പുറപ്പെടും മോനെ. ശരി മോനെ, ട്രെയിനിന് സമയമായി. മോൻ വേഗം പുറപ്പെട്. സ്വാമി ആ. ഇങ്ങോട്ട് വന്നേ. എന്താ മോനെ? അല്ല, എല്ലാ കാര്യവും അറിഞ്ഞിട്ട് നിങ്ങളും ഇങ്ങനെ പറയണം. ശിവാനി കാണാതെ ഞാൻ എങ്ങനെ പോവാ? മോനെ, മോൻ പറയുന്ന പോലെ മോനോട് കൊച്ചിന് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എത്തില്ലായിരുന്നു അവള്. ഇതിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആ കൊച്ചിന് മോനെ ഇഷ്ടമല്ലെന്നല്ലേ? അല്ല, എനിക്കറിയാം ശിവാനിക്ക് എന്നെ ഇഷ്ടമാണ്. അവൾ തീർച്ചയായും. അതല്ല മോനെ, ഞാൻ എന്താ പറയുന്ന വെച്ചാല്, ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഒരു സുഖവും അനുഭവിക്കാതെ കഷ്ടപ്പെട്ടവൾ. ഇനി അവൾക്ക് കിട്ടുന്ന ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള എല്ലാ സുഖവും സന്തോഷവും അവൾ അനുഭവിക്കണം. ശിവാനി എൻ്റെ ഭാര്യയായാൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. എനിക്കെന്തോ അവൾ എന്നെ തേടി വരുമെന്നുള്ള വിശ്വാസമുണ്ട്. അവളൊത്തുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങി സമയത്ത്. പാവം, എൻ്റെ ശിവാനി വളരെ നിഷ്കളങ്കയാണ്. ഗ്രാമത്തിലെ പെണ്ണായതുകൊണ്ട് പെട്ടെന്നൊരു മറുപടി പറയാൻ മടിയുണ്ടാവും മോനെ. അങ്ങനെയൊന്നുമില്ല. അല്ല മോനെ, കൊച്ചമ്മ കുറെ നേരത്തെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാ. മോൻ പുറപ്പെട്. മോൻ നാട്ടിലേക്ക് പുറപ്പെട്. ആ പെണ്ണിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് മോനോട് എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ചു പറയാം. ധൈര്യമായിട്ട് പോ മോനെ, ഞാനില്ലേ ഇവിടെ. വണ്ടി എടുക്കാൻ പറ. എന്നെ വെറുതെ വിടണം. കാല് പിടിച്ച് അപേക്ഷിക്കും. എനിക്ക് ജീവിക്കണം. എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തെ കല്യാണം കഴിച്ച് ഞാൻ എവിടെയെങ്കിലും ജീവിച്ചോളാം. ഈ നാട്ടിലേക്ക് ഞാൻ ഇനി വരില്ല. സത്യമായിട്ടും നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ ഒരിക്കലും വരില്ല. എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചോളാം. അനിയത്തിയായി കരുതി എന്നെ വെറുതെ വിട് ചേട്ടാ. എന്നെ ജീവിക്കാൻ അനുവദിക്കും. അല്ല അശോകൻ സാറേ, അരമനയ്ക്കകത്ത് തന്നെ അടക്കണോ? എടോ, പൂട്ടിക്കിടക്കുന്ന അരമനയായത്. അകത്ത് കുളിച്ചിട്ടല്ലേ പുറത്താരും അറിയാതിരിക്കൂ. മണ്ണിട്ട് മൂടടാ. അങ്ങനെ അങ്ങോട്ട് നോക്കി. എനിക്ക് കുടുംബം കുട്ടികളുമായി ജീവിക്കാൻ കൊതിയാവാ. എന്നെ വീട്ടേക്ക് ഞാൻ അപേക്ഷിക്കാം. എന്താടാ ഇത്? എത്ര അടിച്ചാലും ചത്തുപോകാത്തത്? എന്തിനാടാ ഇത്? എന്തിനാ ഇതിനെ അടിക്കുന്നത്? മണ്ണിട്ട് മൂടറാ. അതിനകത്ത് കിടന്ന് ചാവട്ടെ. ജീവിക്കണം. എനിക്ക് ജീവിക്കണം. ഞാൻ എത്ര അപേക്ഷിച്ചെന്നറിയോ? ഒരല്പമെങ്കിലും ദയ കാണിക്കാൻ നിൽക്കാതെ എന്നെ കൊന്നവരെ ഞാനും കൊന്നു. അശോകൻ എൻ്റെ കൈ കിട്ടട്ടെ, അവനെ ഞാൻ കൊല്ലും. ജന്മം മുഴുവൻ മുരളിയുടെ ഭാര്യയായി ഈ ശരീരത്തിൽ തന്നെ ഞാൻ കഴിയും. ഈ പെണ്ണിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കടി. അത് തെറ്റല്ലേ? ഏതാടി തെറ്റ്? ഞാൻ ജീവിക്കേണ്ട എന്റെ ജീവിതമാ മാധവിക്കിപ്പ കിട്ടിയത്. നിനക്കും അറിയില്ലേ? അന്ന് ഞാൻ എത്ര ആഗ്രഹത്തോടെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു പക്ഷേ ഞാനൊരു 2 മിനിറ്റ് മുമ്പേ പോയിരുന്നെങ്കിൽ ആ ചെയർമാൻ എന്നെ വഴി കാണില്ലായിരുന്നു.
ഞാൻ മുരളിയെ കണ്ടുമുട്ടി ഈ വീട്ടിൽ തന്നെ ശിവാനിയായി ജീവിച്ചേനെ. ഇനി പറ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? ഇതുവരെ മുരളിയുമായി ഒരുമിക്കാൻ ഒരു അവസരം പോലും കിട്ടിയില്ല. നാളെയാണ് സൂര്യഗ്രഹണം. അതിനുള്ളിൽ ഞങ്ങൾ ഒന്നു ചേർന്നാൽ ശാശ്വതമായിട്ട് എനിക്ക് ഇവിടെ തന്നെ തങ്ങാം. പിന്നെ ആർക്കും എന്നെ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല.